നമസ്കാരം ബിഗ് ബോസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ തന്നെ അതിലെ ഒനിലിനോടും നൂറയോടും പറയുന്നു എനിക്ക് അക്ബറിന്റെ മുഖം കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു എന്ന്. എന്ത് മുഖം കണ്ടിട്ടാണ് നമ്മൾ ആദിലെ സ്നേഹിക്കേണ്ടത്? അക്ബറിന്റെ പാട്ട് കേട്ടാൽ ആർക്കും ഛർദ്ദിൽ വരില്ല, അദ്ദേഹത്തെ സ്നേഹിക്കാനേ തോന്നുള്ളൂ. പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നോക്കിയിട്ടല്ല നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നത്. ലോകത്തുള്ള എല്ലാവരും നല്ല മനുഷ്യരോ നല്ല സുന്ദരന്മാരോ സുന്ദരിമാരോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തരും കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറയുന്ന പോലെ തന്നെ നവീൻ എപ്പോഴും പറയുന്നത് കണ്ണിലാണ് കുരു. ഈ ആതിരയുടെ മുഖത്തെ കണ്ണിലെ കുരു എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഇപ്പൊ ആതിര കളിക്കുന്ന ഒരു ഡേർട്ടി ഗെയിം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനീഷിനെയൊക്കെ ഇപ്പൊ ഇന്നലെയൊക്കെ രാത്രിയിൽ അവർക്കെല്ലാം കൊണ്ട് അക്ബറിനും ഒക്കെ കൊണ്ട് ക്രീം ഇടുന്നു, എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ ഗെയിമിലേക്കാണ് ആതിര കടന്നിരിക്കുന്നത്. അതിനകത്ത് എപ്പോഴും നൂറെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടോയ്ലറ്റിന്റെ ആ ഭാഗത്തിരുന്നിട്ട് നമ്മുടെ അനീഷിനോട് കുത്തി കുത്തി ഓരോന്ന് പറയുമ്പം നൂറ ഉത്തരം പറയുന്നു. അപ്പം അനീഷ് പറയുന്നുണ്ട് ഞാൻ ആദിലയോട് പറയാനുള്ളത്, ഞാൻ എവിക്ഷന്റെ ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്കൊന്നും പറയാനില്ല, അതെന്താ നിങ്ങൾക്ക് പറയാനില്ലാത്തതും. അപ്പം നൂറ മറുപടി ഇവൻ നൂറയോടല്ല ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ നൂറെ കൊണ്ട്, അതായത് ഈ ഇപ്പൊ ആദില പുറത്തു പോവുകയാണെങ്കിൽ നൂറയും കൂടെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഗെയിമാണ് ആദില കളിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് കണ്ടപ്പോൾ തോന്നിയത്. കാരണം എല്ലാ കാര്യത്തിലും നൂറെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ജ്യൂസിന്റെ ഫാക്ടറിയുടെ കാര്യത്തിലൊക്കെ നൂറയാണ് ഒരുപാട് ബഹളം വെച്ചത്. ആദില വെക്കുന്നുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ആ ഫാക്ടറി അത് നശിപ്പിച്ച് നാരായണക്കല്ലാക്കി ഇവർക്ക് ഒന്നും കിട്ടാതാക്കി അനുമോള് ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ വൻപേ പരാജയമായിരുന്നു. പക്ഷെ ജിഷിൻ അവർക്ക് കോയിൻ കൊടുക്കണം എന്നുണ്ടായിരുന്നു. പുള്ളി ഞാൻ ഒന്നുകൂടെ തിങ്ക് ചെയ്യാം, ഞാൻ ഒന്നുകൂടെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോകുന്ന അനുമോള് പറഞ്ഞിട്ട് വീണ്ടും വന്ന് അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ നവീൻ വലിയ പ്രസ്താവനകളൊന്നും നടത്തിയില്ല. പക്ഷെ നമ്മുടെ അനീഷ് കുറേ നേരം സംസാരിച്ചു, ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ അനുമോൾ ഒന്നിനും തയ്യാറായില്ല. അപ്പൊ അനുമോൾ ഇത് നോക്കി ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, ഒരു ഉദ്യോഗസ്ഥർ കാണുന്നില്ല ഈ ബോട്ടിൽ എങ്ങനെയാണ് വരുന്നതെന്നൊന്നും. അപ്പൊ അവിടെ ഇരുന്ന് അനുമോളെ വേറൊരു റൂമിൽ മാറ്റിയിരുത്തിയിട്ടാണ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അനുമോൾ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചേനെ? അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഇത് അനുമോൾ കണ്ടതുകൊണ്ട് അവർ അവിടെ ഇരുന്ന് ഇന്നതുപോലെ ചെയ്തു, മറ്റേ ഇന്നതുപോലെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ അനുമോൾ. പക്ഷെ ഇങ്ങനൊരു സംഭവം ഒരു സേഫ്റ്റി ഉദ്യോഗസ്ഥരും കാണില്ല. അവർ വന്ന് അന്നേരപ്പം ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ കാണാം, നമ്മുടെയൊക്കെ കടകളോ ഒക്കെ ആണെങ്കിൽ അവർ അന്നേരം വന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ അവിടെ വരുമ്പോഴാണ് കാണുന്നത്. അല്ല ഈ ഫാക്ടറി ചെന്ന് നോക്കുക അല്ല ഇവർ ചെയ്തത്. ഇതിന്റെ രുചിയും മണം എല്ലാം കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രമായിരുന്നു ഇവർ ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ അടപ്പൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയായിരുന്നു ഇവർ ചെക്ക് ചെയ്യേണ്ടത്. പക്ഷേ എങ്കിൽ അനുമോൾ അവിടെ നിന്ന് അതുകൊണ്ടോ ഇതുകൊണ്ടോ അതെല്ലാം കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിം നശിക്കാൻ ഒറ്റ ഒരാൾ കാരണം എനിക്ക് ലൈവ് കണ്ടതിൽ നിന്ന് മനസ്സിലായി അനുമോളാണ്. അനുമോളെ കുറ്റം പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് ഫാൻസ് വന്ന് എന്നെ തെറിവിളിക്കേണ്ട കാര്യമില്ല, ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. നല്ല ചെയ്താൽ നല്ലതെന്ന് പറയും, ചീത്ത ചെയ്താൽ ചീത്ത എന്ന് പറയും. അവർക്ക് തന്നെ കിട്ടേണ്ട ഗെയിം ആയിരുന്നു നഷ്ടപ്പെടുത്തിയത്.